ഇത് മധുരമാണ്. പുതിയ ഫ്രണ്ടിനെ കിട്ടിയിട്ട് പഴയതായത് അപ്പൊ വലിയ ഇംഗ്ലീഷുകാരൊന്നും ഇല്ലാതെ നമ്മൾ മധുവിന് പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നല്ല ഷോ മതി. അതൊക്കെ കളിക്കാനായിരുന്നു. നമ്മളുടെ ഗോസിനെ കണ്ടു ഇതായിരിക്കുന്നു. ഞാനല്ല കേട്ടോ പറയുക. നമ്മൾ ഗോസിന്റെ കാര്യം പറഞ്ഞാൽ തന്നെ കാര്യമുണ്ട് അല്ലേ? അത് ഞങ്ങൾ കിച്ചണിലോട്ട് കറണ്ടില്ലാതെ വേണ്ട. അത് ഇച്ചിരി പേഴ്സണലല്ല. നമുക്കിപ്പോൾ ട്രൂത്ത് ഓർ ഡെയർ നമ്മൾ പണ്ട് പൊന്നിനൊപ്പം കളിച്ചിട്ടുള്ളതാണ്. അതിൽ ഡെയർ മാത്രമേ ഉള്ളൂ. അതിൽ ഡെയർ കിട്ടുവാണെങ്കിൽ തരണ പണിയെല്ലാം ചെയ്യണം. അത് നമുക്ക് ആദ്യം സ്റ്റോൺ പേപ്പർ ഇടാം. ഓക്കെ, സ്റ്റോൺ പേപ്പർ സിസേഴ്സ്, സ്റ്റോൺ പേപ്പർ സിസേഴ്സ്, സ്റ്റോൺ പേപ്പർ സിസേഴ്സ്. ഗൈസ് അപ്പം മധുവാണ് കേട്ടോ പണി. ഞാൻ മധുവിന് പണി കൊടുക്കാൻ ഒറ്റയ്ക്ക് വേണം. അതിന് വേറെ പണിയരാം. ഇപ്പോൾ നീ താഴെ വരും പോയിട്ട് പൊന്നു ഹായ് എന്ന് പറഞ്ഞിട്ട് വരണം. ആണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. വേറെ ആരെങ്കിലും പൊന്നമ്മ എടുത്ത് കുറച്ച് വെള്ളം തരാൻ ചെയ്യും. ചേച്ചിൻ്റെ അമ്മ എനിക്ക് വെള്ളം കുടിക്കാൻ അത്രയ്ക്കും താല്പര്യമില്ല. ഓക്കെ, അന്ന് ഒരു 12 മണിയാകുമ്പോൾ സൈക്കിൾ ഓടിക്കാൻ പോകണം. 12 മണിയാകുമ്പോഴാ ട്രൈ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പം അതിനുള്ള ടാസ്ക് ഇപ്പോൾ വെറുതെ വിടാം, കുഴപ്പമില്ല. അത് മോളിൽ പോയിട്ട് വന്നു ഗൈസ്. അതെടുക്കാൻ പറ്റാത്ത ദൃശ്യങ്ങളായിരുന്നു ഗൈസ്. അങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്. പോകുമ്പോൾ ആക്ച്വലി ഇത് പിടിച്ചുകൊണ്ടാണ് പോയത്. അപ്പം ഇത് ഗുരുവായൂർന്ന് വെച്ചതാണ് കേട്ടോ. ആ എനിക്കറിഞ്ഞൂടാ. അപ്പം ഇച്ചിരി പേരുണ്ടായിരുന്നു. ആ ടോപ്പിൻ്റെ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ നേരത്തെ ഉണ്ടായ കാര്യം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് ഗൈസ്. അതുകൊണ്ട് ഫീഡ്ബാക്ക് എല്ലാവർക്കും കിട്ടി ഗൈസ്. ഇനി എൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ ഫീഡ്ബാക്ക് ഇവിടെ അധികം പേടിയാണ്. മറ്റു കാര്യം ഇപ്പം പറഞ്ഞാലോ, നമ്മളില്ലേ ഗൈസ് ഒരു നെയിം പ്ലേസിങ് കളിച്ചോണ്ടിരിക്കണേ. അതിൻ്റെ ബോർഡൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. കളിച്ചോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കരണ്ട് പോയി ഗൈസ്. നമ്മൾ മുകളിൽ അതും ഞങ്ങൾ പ്രേതത്തിനെ കുറിച്ച് പറയുമായിരുന്നു. കരണ്ട് പോയി അപ്പോഴായിരുന്നു കാരണം പോയത്. ഭയങ്കര പേടിയായിട്ട് ഗൈസ് എല്ലാവർക്കും. ഞാൻ അമ്മയെടുത്ത് വന്നിട്ട് ടോർച്ചൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഫോൺ കിട്ടി. ഇവിടെ എത്രയുള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.